നമ്മുടെ കാരണഭൂതൻ നയിച്ച ബസ് യാത്ര 36 ദിവസത്തെ കേരള പര്യടനം പൂർത്തീകരിച്ച് തിരുവനന്തപുരത്ത് സമാപിച്ചു. സർക്കാരിൻ്റെ ഗുണഗണങ്ങൾ പിണറായി സർക്കാർ സാധാരണക്കാർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ 140 മണ്ഡലത്തിലുമുള്ള സഖാക്കൾക്ക് മാത്രമല്ല, സഖാക്കളല്ലാത്തവർക്കും, കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും ലീഗുകാർക്കും പ്രത്യേകിച്ച് ഒരു പാർട്ടി ഇല്ലാത്തവർക്കും ബോധ്യമായി കാണും എന്ന് ഞാൻ വിചാരിക്കും. കാരണം അത്ര വലിയ ആഘോഷമാണ് ഇവിടെ ഉണ്ടായത്. 140 മണ്ഡലങ്ങളിലും ഈ ബസ് ചെല്ലുന്നു. ബസ്സിൽ നിന്ന് ഇവർ ഇറങ്ങുന്നു. ആനയെ നെറ്റിപ്പട്ടം കെട്ടിച്ച പോലെ മുഖ്യമന്ത്രി നടുവിലും മറ്റ് ഗജവീരന്മാരായിട്ട് നമ്മുടെ മന്ത്രിമാരും അണിനിരക്കുന്നു. ഓരോ പോയിന്റിലും 3 പേർ വീതം പ്രസംഗിക്കുന്നു. മുഖ്യമന്ത്രി ഒരേ പ്രസംഗം തന്നെ പൈവിളിക മുതൽക്ക് പുത്തരിക്കണ്ടം വരെ ആവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾ, അദ്ദേഹം അടക്കമുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ത്യാഗങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾ, ഭരണപരിഷ്കാരങ്ങൾ, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ BJPയുടെ മറ്റ് പാർട്ടികളിലെയൊക്കെ കൊള്ളരുതായ്മകൾ, കേരളത്തോട് കാണിക്കുന്ന അവഗണന, പിന്നെ പാലസ്തീൻ വിഷയത്തിൽ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള ധീരമായ നിലപാട്, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പാർട്ടിക്കുള്ള വ്യക്തമായ ധാരണ, ഇതൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ കേട്ട് പാർട്ടിക്കാരും തൊഴിലുറപ്പുകാരും കുടുംബശ്രീക്കാരും ഒക്കെ കൈയടിക്കിച്ചു. അപ്പോൾ ഇത് കണ്ടവർക്കും കേട്ടവർക്കും ഒക്കെ മനസ്സിന് വലിയ ഉല്ലാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്യൂ നിന്ന് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായിട്ട് കൂട്ടി. ഇതിനെ അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് മനോരമ പത്രം ആദ്യം മുതൽ ശ്രമിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ശ്രമിച്ചിട്ടുണ്ട്. അവസാന ഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും കോൺഗ്രസ്സുകാരും ഊർജിതമായി രംഗത്തിറങ്ങി അവർ കഴിയുന്ന പോലെ കരിങ്കുടി കാണിക്കുക, ഷൂ എറിയുക, അത്യാവശ്യം തിരുവനന്തപുരത്ത് അടികലശനം ഉണ്ടാക്കുക, പോലീസിൻ്റെ ഇന്ന് തല്ലു വാങ്ങിക്കുക, DYFIയുടെ ഇന്ന് തല്ലു വാങ്ങിക്കുക, ഇങ്ങനെ പല പരിപാടികളും അവർ ഒപ്പിച്ചു. യുവമോർച്ചക്കാർ കുറച്ചും കൂടി കാര്യം കാണാൻ പഠിച്ചവരായതുകൊണ്ട് പരമാവധി ഈ സമരത്തിൽ നിന്നൊക്കെ വിട്ടു. അവർ പ്രസ്താവനയിലും നേരിയ പ്രതിഷേധങ്ങളിലുമൊക്കെ അവരുടെ പരിപാടി അവസാനിപ്പിച്ചു. DYFIക്കാരാണ് ഈ രംഗത്ത് വലിയ കഴിവ് തെളിയിച്ചത്. കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഈ പര്യടനം വിജയിപ്പിച്ചാൽ മാത്രം പോരാ, ജീവൻ രക്ഷാ പ്രവർത്തനവും ഉത്തരവാദിത്തോടെ ചെയ്യേണ്ടതായിട്ട് പോകും. അങ്ങനെയാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ ഓടിച്ചിട്ട് തല്ലുക, പൂച്ചട്ടി കൊണ്ട് ജീവൻ രക്ഷിക്കുക, ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് ജീവൻ നിലനിർത്തുക, ഇങ്ങനെ പല പരിപാടികളും ഉറപ്പിച്ചു. ഇതിനൊക്കെ വലിയ സഹൃദയ അംഗീകാരമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ DYFIയുടെ നേതാക്കന്മാരൊക്കെ ഇനി വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിച്ചാലും ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. അത് വലിയൊരു വിജയം തന്നെയാണ്. പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ചില കലാപരിപാടികളൊക്കെ നടത്തി. അതൊക്കെ പ്രബുദ്ധ കേരളം തള്ളിക്കളഞ്ഞു. നവോത്ഥാനത്തെ പൂർണ്ണേൽപ്പിക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഇതോട് വ്യക്തമായി. അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും ഈ യാത്ര വലിയ വിജയമായി. നവകേരള വിജയം, ആട്ടക്കഥ എന്ന് പറഞ്ഞ് പൂവരണി നമ്പൂരി ഒരു ആട്ടക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും കേരള കലാമണ്ഡലം അത് ആട്ടപ്രകാരം ഉണ്ടാക്കിയിട്ട് വൈകാതെ തന്നെ അരങ്ങേറും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഏതായാലും ഈ മംഗളകരമായി പര്യവസാനിച്ച നവകേരള യാത്രയ്ക്കും അതിൻ്റെ വലിയ കപ്പിത്താൻ എന്ന് പറയുന്ന നമുക്കേവർക്കും പ്രിയങ്കരനായ നമ്മുടെ കാരണഭൂതൻ സഖാവ് പിണറായി വിജയനും അഭിവാദ്യങ്ങൾ അർപ്പിക്കും. പിന്നെ അതിൻ്റെ ഉപകാരണഭൂതൻ എന്ന് പറയുന്ന സഖാവ് മുഹമ്മദ് റിയാസിനും, പിന്നെ MP രാജേഷ്, P രാജീവ്, വീണ ജോർജ്, അതുപോലെ അബ്ദുറഹിമാൻ മുതലായ മറ്റ് ഇതിൻ്റെ പ്രവർത്തകർക്കും സംഘാടകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. ഇതുപോലുള്ള കലാപരിപാടികളെല്ലാം കൊല്ലം അവതരിപ്പിക്കണം. കാരണം മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ പരമബോറ് പരിപാടിയാണ്. നമുക്ക് സംസാരിക്കാനും ചർച്ച ചെയ്യാനും അത്യാവശ്യം കുറ്റപ്പെടുത്താനും അല്ലാത്തപ്പോൾ ശ്ലാഘിക്കാനും ഒക്കെ ഇതുപോലെ എന്തെങ്കിലും കെട്ടുകാഴ്ചകളില്ലെങ്കിൽ മനുഷ്യ ജീവിതം വളരെ വളരെ വിരസമായി പോകും. അതുകൊണ്ട് ഇതിൻ്റെ പുതിയ എഡിഷൻ അടുത്ത വർഷം ഇതേ സമയത്ത് ഇതിനേക്കാൾ ഭംഗിയായി, ഇതിനേക്കാൾ ജനപങ്കാളിത്തത്തോടെ, ഇതിനേക്കാൾ ഭേദപ്പെട്ട ഭക്ഷണ വിഭവങ്ങളോടുകൂടി പൗരമുഖ്യന്മാരെ കുറച്ചധികം പേരെ കൂടി ഉൾപ്പെടുത്തി ഗംഭീരമായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിപ്ലവാഭിവാദ്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.